മറ്റു വാർത്തകളിലേക്ക് വരികയാണ്. മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാറിനെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തും. സുനിൽകുമാറിനെ ഉൾപ്പെടുത്താൻ നേതൃതലത്തിൽ ധാരണയുണ്ടായി. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനാണ് നീക്കം. ആർ ലതാദേവി, KM ദിനകരൻ, TT ജിസ്മോൻ എന്നിവർ എക്സിക്യൂട്ടീവിലെത്തും. BV അരുൺ ചേരുന്നു. അരുൺ, വി.എസ്. സുനിൽകുമാറിനെ ഉൾപ്പെടുത്തുന്നതോടുകൂടി മൊത്തത്തിൽ ഒരു സമവായമാണോ സംഭവിക്കുന്നത്? നേരത്തെ സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലുമെല്ലാം സംഭവിച്ചതും അങ്ങനെയായിരുന്നല്ലോ. തീർച്ചയായിട്ടും CPIയുടെ സംസ്ഥാന നേതൃത്വത്തിലെ സുനിൽകുമാർ വളരെ നേരത്തെ കടന്നു വരേണ്ട നേതാവായിരുന്നു എന്ന അഭിപ്രായം പാർട്ടിയിലുണ്ട്. പക്ഷേ അടിയുറച്ച ചെയ്യിസ്മാൻ പക്ഷക്കാരനാണ് വി.എസ്. സുനിൽകുമാർ. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണയും ഇപ്പോഴത്തെവരെയോ അദ്ദേഹത്തെ പല പ്രധാന പദവികളിൽ നിന്നും ഒഴിവാക്കിയതെന്ന ആശയവും CPIയിലുണ്ട്. ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് അടക്കം ഒരു സമവായത്തിന്റെ സൂചനകൾ CPI നേതൃത്വം വിരോധിഷം നൽകിയിരുന്നു. വിരോധിഷം ഒഴിച്ചിട്ടാണ് ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിനെ ഉൾപ്പെടുത്തിയത്. അതേ നിലപാട് സംസ്ഥാന ഭാരവാഹികളുടെ തീരുമാനത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ വി.എസ്. സുനിൽകുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് നേതാക്കളുടെ കൂടിയാലോചന, സംസ്ഥാനത്തുള്ള ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ കൂടിയാലോചന ഒരു ധാരണ ഉണ്ടായതാണ് പ്രതീക്ഷിക്കുന്ന. അദ്ദേഹം സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കും. നിലവിൽ 21 എക്സിക്യൂട്ടീവാണുള്ളത്. അത് വർദ്ധിപ്പിക്കും. ആർ ലതാദേവി, KM ദിനകരൻ, യുവനേതാവ് TT ജിസ്മോൻ എന്നിവർ എക്സിക്യൂട്ടീവിലെത്തും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് സ്ഥാനമൊഴിഞ്ഞ KP സുരേഷ് രാജ്, KK വത്സരാജ്, TJ ആന്റോസ് എന്നിവരെ എക്സിക്യൂട്ടീവിലെത്താനുള്ള സാധ്യത ഏറെയാണ്. അസിസ്റ്റന്റ് സെക്രട്ടറിയായി TT സുരേഷ് ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അത് കൊല്ലത്തുള്ള ആർ രാജേന്ദ്രനോ മുണ്ടക്കനായോ ആകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരുപക്ഷെ മന്ത്രി K രാജനെയും TJ ആന്റോസിനെയും ഒക്കെ പരിഗണിക്കുന്നുമുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുതിയ എക്സിക്യൂട്ടീവിനെയും 2 അസിസ്റ്റന്റ് സെക്രട്ടറിമാരെയും CPI തെരഞ്ഞെടുക്കും. യെസ്, അരുൺ സൂചിപ്പിച്ചതുപോലെ മൊത്തത്തിൽ സമവായമാണ് CPIയിൽ സംഭവിക്കുന്നത്. അവിടെ ഗ്രൂപ്പിസം പ്രശ്നങ്ങൾ അതിരൂക്ഷമായിരുന്നു. ഇസ്മയിൽ പക്ഷം വീണ്ടും അവർ തലപൊക്കാതിരിക്കുന്നതിനുള്ള ജാഗ്രതയുടെ ഭാഗമായിട്ട് കൂടിയാവാം വി.എസ്. സുനിൽകുമാറിനെ കൂടി എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്താനുള്ള ധാരണ.